നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നവീൻ ബാബു കേസിൽ CBI അന്വേഷണം വേണ്ട എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതിന് പിന്നാലെ എല്ലാം അവസാനിച്ചു എന്ന് കരുതി ധാർഷ്ട്യത്തിൽ മതിച്ച PP ദിവ്യയ്ക്ക് ഇപ്പോൾ 10ക്ക് അടികിട്ടിയിരിക്കുന്നു. കൊലയാളി ദിവ്യ തന്നെ എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. നവീൻ ബാബു വിഷയത്തിൽ തന്റെ കൈകൾ ശുദ്ധമാണ്, മടിയിൽ കനമില്ല എന്നൊക്കെ തള്ളി മറിക്കുകയായിരുന്നു ഇതുവരെ കണ്ണൂരിലെ ഈ സഖാത്തി. എന്നാൽ കളിയാകെ മാറിയിരിക്കുകയാണ്. പുതിയ കുറച്ച് തെളിവുകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത്ര നിസ്സാര വിഷയമല്ല പുറത്തായിരിക്കുന്നത്. കണ്ണൂരിലെ CPM കോട്ടകൾ വിറച്ചിരിക്കുകയാണ്. PP ദിവ്യയെ ഇതുവരെ താങ്ങി നിർത്തിയിരുന്ന CPM നേതാക്കൾ പോലും അടപടലം തേഞ്ഞൊട്ടുന്ന വിവരങ്ങളാണ് പുറത്തായിരിക്കുന്നത്. യാത്രയയപ്പ് ചടങ്ങിൽ ADM നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിക്കാൻ PP ദിവ്യ ആസൂത്രിത നീക്കം നടത്തി എന്നാണ് ഇപ്പോൾ മൊഴി പുറത്തു വന്നിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങൾ ഉള്ളത്. അതായത് ആ യോഗത്തിലേക്ക് കയറി ചെന്ന് സതുദ്ദേശത്തോടെ അല്ല ദിവ്യ പെരുമാറിയത്. അങ്ങനെ ഒരു യോഗത്തിൽ കയറി ചെന്ന് പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ളത് ഇവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ്. അതായത് ആ മനുഷ്യനെ അപമാനിക്കാൻ കൃത്യമായ പ്ലാനിങ് നടത്തി എന്നുള്ളതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ചടങ്ങിന് മുൻപ് ദിവ്യയുടെ സഹായി 4 വട്ടം കളക്ടറുടെ സ്റ്റാഫിനെ വിളിച്ചിട്ടുണ്ട്. പരിപാടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും വീഡിയോ കൈപ്പറ്റിയതും ദിവ്യയാണ് എന്ന് കണ്ണൂർ വിഷൻ പ്രതിനിധികളുടെ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. ആ യോഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ദിവ്യ ഒരു വീഡിയോഗ്രാഫറെയും കൂടി കൊണ്ടുപോയിരുന്നു. എന്നാൽ അതൊന്നും താൻ അറിഞ്ഞതേയില്ല. ഈ വീഡിയോ എങ്ങനെ പുറത്തുപോയി എന്ന് എനിക്കറിയില്ല എന്നൊക്കെയായിരുന്നു PP ദിവ്യ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ അതെല്ലാം അടപടലം പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണ്. സഖാത്തിയുടെ കല്ല് വെച്ച നുണകൾ പൊളിഞ്ഞടുങ്ങി വീണിട്ടുണ്ട്. PP ദിവ്യ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ആളുകളെ കൊണ്ടുപോകുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് അത് ചിത്രീകരിപ്പിക്കുകയും പിന്നീടത് വൈറലാക്കിയതും ദിവ്യയുടെ കുരുട്ടുബുദ്ധി തന്നെയാണ് എന്നുള്ള വിവരങ്ങൾ ശക്തമായി തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം PP ദിവ്യ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതായത് ഹൈക്കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നല്ലോ, CBI അന്വേഷണം വേണ്ട എന്ന്. അതിന് തൊട്ടു പിന്നാലെ ആയിരുന്നു അവർ ഇരിക്കുന്ന ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് പുഷ്പങ്ങൾ മണത്തുകൊണ്ടിരിക്കുന്ന ദിവ്യയുടെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഇങ്ങനെ കുറിച്ചത്. ഇലകൊഴിയും ശിശിരത്തിനപ്പുറം വസന്തം ഉണ്ടാകുക തന്നെ ചെയ്യും എന്നായിരുന്നു. ശരിയാണ്, അങ്ങനെ ഉണ്ടാകുക തന്നെ ചെയ്യും. കർമ്മ എന്നൊന്നുണ്ട്. അതിനെ എത്രയൊക്കെ നിങ്ങൾ എന്തൊക്കെ പ്രബല ശക്തികളാണെന്ന് പറഞ്ഞാലും അത് നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. വിതച്ചതേ കൊയ്യാൻ പറ്റുകയുള്ളൂ ദിവ്യ. അതായത് നവീൻ ബാബുവിനെ അധിക്ഷേപിക്കാൻ ഇത്രയേറെ ആസൂത്രണം നടത്തിയിട്ടും വഴിയെ പോകുമ്പോൾ പരിപാടിക്ക് എത്തി എന്നായിരുന്നു ദിവ്യയുടെ പ്രസംഗം. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇപ്പോൾ ഒരു ചാനലാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പെട്രോൾ പമ്പ് അനുമതിക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് ഒരു തെളിവുമില്ല എന്ന് റിപ്പോർട്ടിലെ തന്നെ കണ്ടെത്തൽ. ഇവരുടെ കക്ഷത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. നവീൻ ബാബു കുറ്റക്കാരനല്ല, അദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ളതിന്റെ പച്ചയായ തെളിവ് പുറത്തു വന്നിരിക്കുന്നു. ആ മനുഷ്യനെയാണ് കൊന്ന് കെട്ടിത്തൂക്കിയത്. അതിന് മാപ്പില്ല. എത്രയൊക്കെ നിങ്ങൾ കുമ്പസരിച്ചാലും എത്രയൊക്കെ കവലപ്രസംഗം നടത്തിയാലും നിങ്ങളുടെ കൈകളിൽ നവീൻ ബാബുവിന്റെ രക്തക്കറ പുരണ്ടിട്ടുണ്ട് ദിവ്യ. അതുകൊണ്ട് ഇതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. വിവാദ യാത്രയയപ്പിൽ നവീൻ ബാബുവിനെ PP ദിവ്യ പരസ്യമായി അധിക്ഷേപിച്ചത് ഒരാകസ്മിക സംഭവമായിരുന്നില്ല എന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. ആദ്യം യാത്രയയപ്പ് നിശ്ചയിച്ചത് 11-നാണ്. അന്ന് അവധി പ്രഖ്യാപിച്ചതിനാൽ ചടങ്ങ് മാറ്റിവെച്ചു. അന്ന് PP ദിവ്യ കളക്ടറെ പലതവണ വിളിച്ചിട്ടുണ്ട്. രാത്രിയിലെ ഫോൺ സംഭാഷണത്തിൽ കളക്ടറുടെ ഓഫീസ് സ്റ്റാഫിനെതിരെ സുപ്രധാന വിവരം പങ്കുവയ്ക്കാനുണ്ടെന്ന് പറഞ്ഞതായി അരുൺ K. വിജയന്റെ മൊഴിയുമുണ്ട്. യാത്രയയപ്പ് നടന്ന 14-ന് രാവിലെ ഒരു പരിപാടിക്കിടെ കണ്ണൂർ കളക്ടറോട് ദിവ്യ നവീൻ ബാബുവിനെ പറ്റി ആരോപണം ഉന്നയിക്കുന്നു. പെട്രോൾ പമ്പിന് NOC നൽകുന്നതിൽ മനഃപൂർവ്വം കാലതാമസം വരുത്തിയതായി വിവരമുണ്ടെന്ന് പരാതിയുണ്ടെങ്കിൽ തരാൻ ആവശ്യപ്പെട്ടാൽ തെളിവുണ്ടെന്നും പക്ഷേ വിഷയം വിടില്ല എന്നും ദിവ്യ പറഞ്ഞതായി കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉച്ചയോടെ 4 തവണ ദിവ്യയുടെ സഹായി കളക്ടറുടെ സഹായിയെ ഫോണിൽ വിളിച്ച് ചടങ്ങ് തുടങ്ങിയോ എന്ന് അന്വേഷിച്ചു. പിന്നീട് ദിവ്യ നേരിട്ട് കളക്ടറെ വിളിച്ച് വരുമെന്ന് പറയുന്നു.
നവീൻ ബാബുവിനെതിരായ ആരോപണം പറയാനെങ്കിൽ ഇതല്ല ഉചിതമായ സമയമെന്ന് പറഞ്ഞതായി കളക്ടർ വ്യക്തമാക്കി. എന്നിട്ടും ദിവ്യ എത്തി. ദിവ്യ മാത്രമല്ല, ദിവ്യ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രാദേശിക ചാനലായ കണ്ണൂർ വിഷൻ പ്രതിനിധികളും ക്യാമറയുമായി എത്തി. ദിവ്യ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഷൂട്ട് ചെയ്യാൻ എത്തിയതെന്ന് കണ്ണൂർ വിഷൻ പ്രതിനിധികളുടെ മൊഴി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ നടന്നത് നമ്മളെല്ലാം കണ്ടതാണല്ലോ. എന്തൊക്കെയായിരുന്നു ഈ സഖാത്തിയുടെ കള്ളിക്കമ്മിണിയുടെ പ്രഖ്യാപനങ്ങൾ. മടിയിൽ കനമില്ല, ഭയക്കാനില്ല, തൻ്റെ ഭാഗത്ത് തെറ്റില്ല, സത്യം തെളിയുക തന്നെ ചെയ്യും എന്നൊക്കെ വെച്ചലക്കുകയായിരുന്നില്ലേ. അതായത് CBI അന്വേഷണം വരുന്നു എന്ന ഘട്ടത്തിൽ തലകറങ്ങി താഴെ വീണ ഒരു ദിവ്യയെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഹൈക്കോടതി പറയുന്നു CBI അന്വേഷണം വേണ്ട എന്ന്. അതിനുശേഷമാണ് ഈ PP ദിവ്യ സോഷ്യൽ മീഡിയയിൽ കയറി അങ്ങ് നിരന്തരം പോസ്റ്റുകൾ ഇടാൻ തുടങ്ങിയത്. അതായത് തൻ്റെ ഭാഗം ശരിയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളെയും ജനങ്ങളെയും അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെയും ഒക്കെ അങ്ങ് വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു PP ദിവ്യയുടെ ചില പോസ്റ്റുകളൊക്കെ പുറത്തേക്ക് വന്നത്. അതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നിങ്ങൾ എല്ലാവരും വീണ്ടും ആ പോസ്റ്റുകളൊക്കെ ഒന്ന് എടുത്തു വെച്ച് നോക്കണം. അതിൽ ദിവ്യ മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറിയപ്പോൾ പറഞ്ഞ ഒരു പ്രസ്താവന എന്തായിരുന്നു? മാധ്യമങ്ങൾക്ക് ഈ അടുത്ത് പിടിപെട്ട ഒരു ഭ്രാന്തിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 100 തവണ കള്ളം ആവർത്തിച്ചാലും അത് ഒരു കാലത്ത് സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അതായത് സത്യം ചെരുപ്പിട്ട് വരുമ്പോഴത്തേക്ക് കള്ളം ലോകം മുഴുവൻ പ്രചരിച്ചു കഴിഞ്ഞു എന്നൊക്കെയുള്ള വമ്പൻ ഡയലോഗൊക്കെ അടിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ ഉപദേശിക്കലും മറ്റേ പരിപാടിയും കൂടെ ഒന്നിച്ചു കൊണ്ടുവന്നത്. എന്നാൽ ഇവരുടെ മാധ്യമങ്ങളുടെ ഭ്രാന്തല്ല, നിങ്ങളുടെ ഭ്രാന്തിനെ കുറിച്ചാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. മാധ്യമങ്ങൾ അതിനുശേഷം നടന്ന വിവരങ്ങളെക്കുറിച്ചാണ് കൊടുത്തത്. നിങ്ങൾക്ക് എതിരെ ഉണ്ടായ ആരോപണങ്ങളെക്കുറിച്ചാണ് വാർത്ത കൊടുത്തത്. അതെങ്ങനെയാണ് തെറ്റാകുന്നത്? സ്ത്രീത്വത്തെ അപമാനിച്ചു. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും തന്നില്ല. എനിക്കും ഒരു കുടുംബമുണ്ട്, എൻ്റെ മകളെ നോക്കാൻ എനിക്ക് ജാമ്യം കിട്ടണം, അങ്ങനെയുള്ള പല ഡയലോഗുകൾ ദിവ്യ അടിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. നവീൻ ബാബുവിനും കുടുംബമുണ്ട്. ഞങ്ങളത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. നവീൻ ബാബുവിന് കുടുംബമുണ്ട്, അദ്ദേഹത്തിനൊരു ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. അവർ അനാഥരായത് നിങ്ങളുടെ ഒരാളുടെ അഹന്ത കൊണ്ട് മാത്രമാണ്. സതുദ്ദേശത്തോടെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ ആ യോഗത്തിൽ കയറി ചെന്നല്ല ആ മനുഷ്യനെ അപമാനിക്കേണ്ടിയിരുന്നത്. അത്തരത്തിലൊരു കൈക്കൂലി വാങ്ങിയ നടപടി നവീൻ ബാബുവിൻ്റെ പക്കൽ ഉണ്ടായി എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ആയിരുന്നു പോയി കണ്ട് പരാതിപ്പെടേണ്ടത്. അല്ലാതെ ഒരു യോഗത്തിലേക്ക് കയറി ചെന്ന് ഹീറോയിസം കാണിക്കാനല്ല നിൽക്കേണ്ടിയിരുന്നത്. അപ്പോൾ നിങ്ങൾ കാണിച്ചത് എന്താണ്? CPMകാരിയാണ് എന്നുള്ളതിൻ്റെ അഹങ്കാരം, ധാർഷ്ട്യം, ആ തെമ്മാടിത്തമാണ് നിങ്ങൾ ആ പരിപാടിയിൽ പോയി കാണിച്ചു കൂട്ടിയത്. ഇപ്പോൾ തെളിഞ്ഞല്ലോ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നതിന് ഒരു തെളിവ് നിരത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രശാന്തൻ കൊടുത്ത പരാതി അത് കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ? അയാളുടെ 2 ഒപ്പിൻ്റെ കള്ളത്തരം പുറത്തു വന്നില്ലേ? പക്ഷേ നവീൻ ബാബുവിനെതിരെ എന്തെങ്കിലും ഒരു തെളിവ് പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അത് സാധൂകരിക്കാൻ പറ്റുന്ന, അതായത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ കക്ഷത്തിരിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ കക്ഷത്തിരിക്കുന്ന വകുപ്പുകളൊക്കെ തന്നെയാണല്ലോ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചത്. ഇവർക്കാർക്കും കഴിഞ്ഞില്ല നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് കണ്ടെത്താൻ. അപ്പോൾ കൃത്യമായ ആസൂത്രണമാണ് നടന്നിരിക്കുന്നത്. ആ മനുഷ്യനെ ഇല്ലാതാക്കാൻ കൃത്യമായ നീക്കമാണ് നടന്നിരിക്കുന്നത്. ദിവ്യയും ദിവ്യ ഉൾപ്പെട്ട സംഘവും ചേർന്ന് തന്നെയാണ് ആ മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്ത് ഇല്ലാതാക്കിയത്. പരിപാടിക്ക് ശേഷം ദിവ്യ ആവശ്യപ്പെട്ട പ്രകാരം വീഡിയോ ഫുട്ടേജ് കൈമാറിയെന്നും കണ്ണൂർ വിഷൻ പ്രതിനിധികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യാത്രയയപ്പിന് ശേഷം വൈകിട്ട് PP ദിവ്യ കളക്ടറെ വിളിക്കുന്നു. നവീൻ ബാബുവിനെതിരെ സർക്കാരിന് പരാതി കിട്ടിയിട്ടുണ്ടെന്നും അടിയന്തര അന്വേഷണം ഉണ്ടാകുമെന്നും ദിവ്യ പറയുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് ദിവ്യ നൽകിയ മൊഴി നോക്കാം. 14-ന് രാവിലത്തെ പരിപാടിയിൽ വെച്ച് കളക്ടറാണ് യാത്രയയപ്പിലേക്ക് തന്നെ ക്ഷണിച്ചത്. ഈ വഴി പോകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു യാത്രയയപ്പ് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായി എന്നായിരുന്നു ദിവ്യയുടെ പ്രസംഗം. എന്നാൽ ദിവ്യയെ താനടക്കം ആരും യാത്രയയപ്പിലേക്ക് ക്ഷണിച്ചില്ല എന്ന് കളക്ടർ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. പരാതി നൽകിയെന്ന് ദിവ്യ പറയുമ്പോഴും ഇതുവരെ നവീൻ ബാബുവിനെതിരെ ഒരു പരാതിയും ഇല്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വിജിലൻസ് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി അയച്ചു എന്ന് പറഞ്ഞു. എന്നാൽ വിവരാവകാശത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ ഒരു പരാതി പോയിട്ടില്ല. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കിയതാണ്. നവീൻ ബാബുവിനെ ആക്ഷേപിക്കാൻ PP ദിവ്യ വലിയ ആസൂത്രണം നടത്തിയെന്ന റിപ്പോർട്ട് ഇതെല്ലാം അടിവരയിടുന്നതാണ്.
ഇനി ഇതിലെ പ്രധാന കണ്ടെത്തലുകൾ കൂടി. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് ഒരു തെളിവുമില്ല. പെട്രോൾ പമ്പിന്റെ അനുമതിയിൽ ഒരു കാലതാമസവും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെ എന്തുദ്ദേശത്തിലാണ് നിങ്ങൾ സതുദ്ദേശത്തിലാണ് ഞാൻ അവിടെ പോയി വലിയ ഡയലോഗ് അടിച്ചത് എന്ന് പറയുന്നത്? പി ദിവ്യയെ ഓർമ്മിപ്പിക്കാനുള്ളത്, കള്ളം അത് എത്ര തവണ നിങ്ങൾ ആവർത്തിച്ചാലും സത്യം അത് പുറത്തു വരിക തന്നെ ചെയ്യും. നീതി ആ മനുഷ്യന്റെ ഭാഗത്താണ്, ദൈവവും നവീൻ ബാബുവിൻ്റെ ഭാഗത്താണ്. ഈ കേസിൽ കൃത്യമായി നവീൻ ബാബുവിൻ്റെ നിരപരാധിത്വം തെളിയും, അതിലൊരു സംശയവും വേണ്ട. നിങ്ങൾ ഉൾപ്പെട്ട അധികാരത്തിൻ്റെ അഹന്ത കയ്യിലുള്ള നിങ്ങൾ ഉൾപ്പെട്ട സംഘത്തിന് മറുപടി പറയുക തന്നെ വേണ്ടിവരും. കാലതാമസം എടുക്കുമായിരിക്കും, പക്ഷേ അത് പുറത്തു വരിക തന്നെ ചെയ്യും. ഒരുപാട് കാലമൊന്നും സത്യത്തെ മറച്ചു വയ്ക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഇനി പി ദിവ്യയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ തുടർന്നും ഇതുപോലത്തെ ഉപദേശിക്കലും മറ്റേ പരിപാടിയും ചേർത്തുകൊണ്ട് വീഡിയോകൾ പങ്കുവയ്ക്കാം. അതിന് താഴെ പക്ഷെ പൂരത്തെറിയായിരിക്കും മലയാളിയുടെ വക. എന്തൊക്കെയായിരുന്നു പി ദിവ്യ അതിൽ പങ്കുവച്ച ചില കുറിപ്പുകൾ? എല്ലാത്തിനുമുള്ള മറുപടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.